ജാസ്മിൻ മഹാറാണി മൊത്തത്തിൽ തേഞ്ഞൊട്ടി എന്ന് പറയാം. അവിടെ ജിൻഡോ ബ്രോയ്ക്ക് ശേഷം അവിടെ ജാസ്മിനാണ് ഗെയിം കളിച്ച് വിജയിച്ചതുകൊണ്ട് അവിടെ മഹാറാണിയായിട്ട് മാറിയത്. അവിടെ ജിൻഡോയ്ക്ക് രാജാവായിട്ട് തുടരാൻ താല്പര്യമില്ല, ഞാനൊരു 5 ഗെയിം വയ്ക്കാം, അതിൽ വിജയിക്കുന്നത് ആർക്കോ അവർക്ക് ദണ്ടും മാലയും കൊടുക്കാമെന്നാണ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ ഗെയിമും കളിച്ചു. 2ാം സ്ഥാനത്ത് അർജുനാണ് വന്നത് 8 പോയിന്റും. അവിടെ ജാസ്മിന് 9 പോയിന്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ജാസ്മിന് ദണ്ടും എന്ന് കൈമാറി. പക്ഷെ ഭരണം കൈവന്നതോടുകൂടി അവിടെ ജാസ്മിന്റെ സ്വഭാവം മൊത്തത്തിലങ്ങ് മാറി. കറക്റ്റ് അങ്ങ് രാജകുമാരിയുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് കിച്ചണിൽ ആര് പണിയെടുക്കണം, ഫ്ലോറിൽ ആര് പണിയെടുക്കണം, എൻ്റെ കൂടെ ആരിയിരിക്കണം, ഞാൻ പറയുന്നത് മാത്രം ഇവിടെ അനുസരിക്കാൻ പാടുള്ളൂ, ഇവിടെ ആരും ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളാണ് അവിടെ ജാസ്മിൻ വെച്ചത്. അപ്പോൾ സിജു അവിടെ ചൂളം കുത്തിയ സമയത്ത് ചൂളം കുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. കിച്ചണിൽ നിന്ന് അവർ സംസാരിച്ച സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കിച്ചണിൽ നിന്ന് അവർ ചിരിച്ചതിന് എല്ലാവരോടും ചിരിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീണ്ടും ചിരിച്ചപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് ജാസ്മിൻ. ആ വന്ന സമയത്ത് അറിയാതെ അവിടെ സിജു കയറി ദണ്ടടിച്ചു മാറ്റി. ദണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ജാസ്മിൻ അവിടെ നിന്നോടത്ത് നിന്ന് അനങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ ദണ്ട് ഇവർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അഭിഷേകിനെയും ശ്രീധുവിനെയാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് രാജകുമാരിയെ. അപ്പോൾ പക്ഷേ ഇവർ രണ്ടുപേരും കൊടുക്കാനായിട്ട് ഇതുണ്ടായിരുന്നില്ല. പ്രജയെ എനിക്ക് ആ ദണ്ട് വാങ്ങിച്ചു കൊണ്ടുതരൂ എന്ന് അഭിഷേകിന്റെ അടുത്ത് പറഞ്ഞു. അഭിഷേക് അത് കാര്യമാക്കിയില്ല, മൈൻഡാക്കിയില്ല. ശ്രീധുവിന്റെ കയ്യിൽ അവസാനം ദണ്ട് കിട്ടിയപ്പോൾ ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞു ആ ദണ്ട് എനിക്ക് തിരിച്ചു കൊണ്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ ശ്രീധു പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്ന്. അപ്പോൾ ജാസ്മിൻ അങ്ങോട്ട് കലി ഇളകി. കിട്ടിയതല്ലേ, അങ്ങനെ രാജകുമാരിയായിട്ട് അവസരം കിട്ടിയിട്ടേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതിൽ നിന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു ദേഷ്യം കൊണ്ട് ജാസ്മിൻ മാല ഊരിയിട്ട് ഇന്ന് ആ മാല എന്ന് പറഞ്ഞിട്ട് ശ്രീധുവിനെ വെച്ച് നീട്ടി. അപ്പോൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദണ്ട് വാങ്ങുമല്ലോ എന്നുള്ളതുകൊണ്ട് ശ്രീധു പറഞ്ഞു എനിക്കിപ്പോൾ ആ മാല വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത അഭിഷേകാണ് നിന്നിരുന്നത്. ആ മാല അങ്ങ് അഭിഷേക് വാങ്ങി. അപ്പോൾ രാജകുമാരിയുടെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു, രാജ്ഞി അല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ജാസ്മിൻ അനങ്ങാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടി എതിർത്ത് കയറിയിട്ട് ഇപ്പം രാജകുമാരിയാണ്, ബിഗ് ബോസ് അനൗൺസ് ചെയ്താൽ മാത്രമേ രാജ്ഞി സ്ഥാനം നഷ്ടപ്പെടുള്ളൂ, ആ സമയം വരെ സംസാരിക്കാനും പാടില്ല, നിന്നെടുത്ത് നിന്ന് അനങ്ങാനും പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടും ജാസ്മിൻ അത് അനുസരിച്ചില്ല. ജാസ്മിൻ എൻ്റെ അധികാരം നഷ്ടപ്പെട്ടല്ലോ പിന്നെന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പിന്നീട് വന്നിരിക്കുന്നു, സംസാരിക്കുന്നു ഇതൊക്കെ. അപ്പം എല്ലാവരും കയറിയിട്ട് പിന്നെ അവിടെ കൂട്ടച്ചിരി, ചൂളം കുത്തല്, ജാസ്മിൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അതൊക്കെ അവരങ്ങ് കയറി ചെയ്തു. കുമാരിയുടെ ഓർഡറുകളാണ് ഇതൊക്കെ നമുക്കങ്ങോട്ട് തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പിന്നെ ചിരിയും സംസാരവും ചൂളം കുത്തലും ഗംഭീര പരിപാടികളായിരുന്നു. എല്ലാവരും കൂടി ജാസ്മിൻ അങ്ങ് തേച്ച് ഒട്ടിച്ചു എന്ന് പറയാം. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ രാജ്ഞി തന്നെയാണ്, എന്നിട്ടും ഈ സംസാരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എതിർത്തു. അവിടെ ജാസ്മിൻ പറയുന്ന ന്യായീകരണം എൻ്റെ കയ്യിൽ നിന്ന് 2 നഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ രാജ്ഞിയല്ലല്ലോ എന്നുള്ളതാണ്. പിന്നീട് ബിഗ് ബോസ് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് അനൗൺസ് ചെയ്തത് രാജ്ഞിയുടെ അധികാരം ജാസ്മിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്.